നമസ്കാരം. ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് പാർലമെന്റ് തടസ്സപ്പെടുത്താൻ വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന് സാധിച്ചിരുന്നു. പാർലമെന്റിൽ ബഹളം വയ്ക്കാനും പാർലമെന്റ് ദീർഘകാലം തടസ്സപ്പെടുത്താനും പാർലമെന്റിൽ സർക്കാരിൻ്റെ ബിസിനസ് നടക്കാതെ നോക്കാനുമൊക്കെ അന്ന് പ്രതിപക്ഷത്തിന് സാധിച്ചിരുന്നു. എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അത് അത്ര കണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു ശ്രമം വിജയിച്ചില്ല എന്ന് മാത്രമല്ല, നിരവധി കാര്യങ്ങൾ സർക്കാർ വിചാരിച്ചതുപോലെ പാർലമെന്റിൽ നടപ്പിലാക്കിയെടുക്കാനും സാധിച്ചു. അതിൻ്റെ ഒരേ ഒരു കാരണക്കാരൻ മറ്റാരുമല്ല, സ്പീക്കർ ഓം ബിർളയാണ്. അതുകൊണ്ട് തന്നെയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ മറ്റൊരു പേരും സ്പീക്കർ സ്ഥാനത്തേക്ക് BJP പരിഗണിക്കാതിരുന്നത്. കാരണം സഭ എങ്ങനെ നടത്തിക്കൊണ്ടുപോകണം, ചട്ടങ്ങൾ എങ്ങനെ കൃത്യമായി പാലിക്കണമെന്നെല്ലാം വളരെ കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് സ്പീക്കർ ഓം ബിർള. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ അടവുകളൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് നടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു വിദ്വേഷം ഈ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ ഇപ്പോൾ തോന്നുന്നത്. എന്തായാലും ആ ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു. അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കർക്കെതിരെ നോട്ടീസ് നൽകണമെങ്കിൽ 14 ദിവസം മുമ്പ് നൽകണമെന്നാണ്. 100-ലധികം MP മാരെങ്കിലും ആ നോട്ടീസിൽ ഒപ്പിട്ടിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചട്ടങ്ങളുണ്ട്. എന്തായാലും 100 MP മാരുടെയൊക്കെ ഒപ്പ് ഒരുപക്ഷെ പ്രതിപക്ഷം ശേഖരിക്കുമായിരിക്കും. അങ്ങനെ ശേഖരിച്ച് ഉടൻ തന്നെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാനാണ് തീരുമാനം. എന്തായാലും സ്പീക്കർക്കെതിരെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു അവിശ്വാസ പ്രമേയ നീക്കം നടത്താൻ എന്താണ് കാരണമെന്ന് പറഞ്ഞാൽ അത് വ്യക്തമാണ്. 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ സമ്മേളനത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ KC വേണുഗോപാലിനെതിരെയും കർശനമായ വിമർശനങ്ങളും അതുപോലെ തന്നെ റൂളിങ്ങുകളും എല്ലാം സ്പീക്കർ ഓം ബിർള നൽകിയിരുന്നു. മുൻ കരസേനാ മേധാവി നരവനെയുടെ പുസ്തകം പരാമർശിക്കാനായി ചട്ടവിരുദ്ധമായി രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിന്നപ്പോൾ മണിക്കൂറുകളോളം അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാതെ സ്പീക്കർ പിടിച്ചു നിർത്തിയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി വക്കാലത്തുമായി പോയ KC വേണുഗോപാലിന് കണക്കിന് ശകാരം കിട്ടിയതുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇത് ഒന്നാമത്തെ കാരണമാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ഇതൊന്നുമല്ല. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്രമിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ശ്രമം, സഭയിൽ ആക്രമിക്കാനും വ്യക്തിഹത്യ നടത്താനുമുള്ള പ്രതിപക്ഷങ്ങളുടെ ഗൂഢാലോചന, വളരെ രഹസ്യമായി പ്രതിപക്ഷാംഗങ്ങൾ നീക്കിയ ആ നീക്കങ്ങൾ, അത് മണത്തറിഞ്ഞത് സ്പീക്കർ ഓം ബിർളയാണ്. അത് നടക്കാതെ അത് കൃത്യമായി തന്നെ തടയാൻ ഓം ബിർളയ്ക്ക് സാധിച്ചിരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടിയായി കോൺഗ്രസിന് ലഭിച്ചത്. ഇത് നടക്കാതെ പോയതിൽ കോൺഗ്രസിന് വലിയ അമർഷമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയവുമായി രംഗത്ത് വരുന്നത്. നമുക്കറിയാം, ഇത്തവണ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് അവതരിപ്പിച്ച നന്ദി പ്രമേയം, ആ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ച, ആ ചർച്ചയ്ക്ക് മറുപടി പറയാതെയാണ് നന്ദി പ്രമേയം പാസ്സാക്കിയത്. എല്ലാ തവണയും പ്രധാനമന്ത്രി മറുപടി പറയാറുണ്ട്. കഴിഞ്ഞ 22 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ മറുപടി പറയാതെ ഒരു നന്ദി പ്രമേയം പാസ്സാകുന്നത്. അതിൻ്റെ കാരണം അന്ന് തന്നെ ഓം ബിർള പറഞ്ഞിരുന്നതാണ്. അതായത് തനിക്ക് വളരെ വ്യക്തമായ കേന്ദ്രങ്ങളിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പ്രമേയത്തിന് മറുപടി പറയാനായി എണീക്കുമ്പോൾ അല്ലെങ്കിൽ മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ ചില വനിതാ കോൺഗ്രസ് MP മാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും അതിനുശേഷം സഭയിൽ ഒട്ടും ആശ്വാസകരമല്ലാത്ത ചില കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നും തനിക്ക് വളരെ വ്യക്തമായി വിവരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രാജ്യത്തിന് നാണക്കേടുണ്ടാകുന്ന ഒന്നും സഭയിൽ സംഭവിക്കാൻ പാടില്ല, നമ്മുടെ ജനാധിപത്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒന്നും സഭയിൽ സംഭവിക്കാൻ പാടില്ല എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് വരണ്ട എന്ന് ഞാനാണ് പറഞ്ഞത്. അത് അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് വളരെ ദുഃഖത്തോടു കൂടി നന്ദി പ്രമേയത്തിന് പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ ഇതാ ഞങ്ങൾ പാസ്സാക്കാൻ പോകുന്നു എന്ന് സ്പീക്കർക്ക് അന്ന് പറയേണ്ടി വന്നത്. സത്യത്തിൽ ഈ നന്ദി പ്രമേയ ചർച്ചയുടെ തുടക്കത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരെയും നരവനെയുടെ പുസ്തകത്തിൻ്റെ ഉള്ളിൽ പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ചില പരാമർശങ്ങളെ ഉയർത്തിപ്പിടിച്ച് വസ്തുതാവിരുദ്ധമായ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ ആരോപണങ്ങൾക്ക് ഉരുളയ്ക്ക് ഉപ്പേരി കണക്കെ മറുപടി പറയേണ്ട അവസരമാണ് BJPക്ക് ഇതുവഴി നഷ്ടമായത്. എല്ലാ തവണയും അങ്ങനെയാണ്. ഇത്തരത്തിലുള്ള അസംബന്ധങ്ങളൊക്കെ രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞു വയ്ക്കും. അതിന് കണക്കിന് പ്രധാനമന്ത്രി എല്ലാ തവണയും മറുപടി കൊടുക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യം കാത്തിരുന്ന ഒരു മറുപടി പ്രസംഗമാണ് അന്ന് നടക്കാതെ പോയത്. BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമൊക്കെ അതിൽ വലിയ നിരാശയുമുണ്ട്. സത്യത്തിൽ സ്പീക്കർ അന്ന് വെളിപ്പെടുത്തിയത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഈ ഗൂഢാലോചനയെക്കുറിച്ചുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതായത് അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അരികിലേക്ക് മുദ്രാവാക്യം വിളിച്ചെത്താൻ മാത്രമായിരുന്നില്ല, അദ്ദേഹത്തെ കരണത്തടിക്കാനും ഈ കോൺഗ്രസ് വനിതാ
MP-മാർക്ക് പദ്ധതി ഉണ്ടായിരുന്നു. അതിൽ അവിടെ നിൽക്കുന്നില്ല. ഇദ്ദേഹത്തെ ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭരണപക്ഷത്തെ അംഗങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും. അവരും ഈ വനിതാ അംഗങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കും. ഈ സമയത്ത് ഉന്തലും തള്ളലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വയം ഈ വനിതാ അംഗങ്ങൾ അവരുടെ വസ്ത്രം വലിച്ചു കീറുകയും അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ BJP അംഗങ്ങൾക്കുമെതിരെ തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറി എന്ന ആരോപണം ഉന്നയിക്കാനുമായിരുന്നു ഈ വനിതാ MP-മാർ പദ്ധതിയിട്ടിരുന്നത്. രാജസ്ഥാനിലെയും തെലങ്കാനയിലെയും വനിതാ MP-മാരുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നത്. കോൺഗ്രസിന്റെ ഒരു വനിതാ വക്താവ് ഇതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചു. ഈ വനിതാ MP-മാർ ഇത്തരം ഗൂഢാലോചന തയ്യാറാക്കിയതിനു ശേഷം രാഹുൽ ഗാന്ധിയുമായി അത് ചർച്ച ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് അതിന് വളരെ സന്തോഷകരമായി 100% ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുമതിയും കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ നിയമവിരുദ്ധ ഗൂഢാലോചനയ്ക്ക് രാഹുൽ ഗാന്ധിക്കും പങ്കുണ്ട് എന്ന് തന്നെയാണ്. രാഹുൽ ഗാന്ധി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സഭയിൽ ഇത്തരം കാര്യങ്ങൾ അരങ്ങേറാനായി പോയത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വനിതാ MP-മാരുടെ കാര്യത്തിലാണല്ലോ, അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലാണല്ലോ നടക്കുന്നത്. MP-മാരാണെങ്കിലും ഇവരെല്ലാം വനിതകളാണല്ലോ. അങ്ങനെ ഒരു കോൺഗ്രസ് വനിതാ ലോക്സഭാ അംഗം തൻ്റെ ഘടകകക്ഷിയായ ശിവസേന MP-യോട്, തൻ്റെ മറ്റൊരു വനിതാ MP-യോട്, അവർ ശിവസേന MP ആയിരുന്നു, ശിവസേന ഉദ്ധവ് വിഭാഗം MP ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ ഗൂഢാലോചന. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി കോൺഗ്രസ് വനിതാ അംഗം ശിവസേന അംഗത്തോട് പറയുന്നു. സത്യത്തിൽ അത് ശിവസേന ഉദ്ധവ് വിഭാഗം MP-യുടെ നേതാവല്ലായിരുന്നു, യഥാർത്ഥ ശിവസേനയുടെ MP ആയിരുന്നു. അങ്ങനെയാണ് ഭരണപക്ഷത്തേക്ക് ഈ ഗൂഢാലോചന അല്ലെങ്കിൽ ഈ പദ്ധതി ചോർന്നത്. അങ്ങനെ അവർ കൃത്യമായി തന്നെ വിവരങ്ങൾ, തെളിവുകളടക്കം ഈ സ്പീക്കർക്ക് കൈമാറുകയും ചെയ്തു. അങ്ങനെയാണ് സ്പീക്കർ സഭയിൽ അരങ്ങേറുമായിരുന്ന നാണം കെട്ട, രാജ്യത്തെ നാണം കെടുത്തുന്ന, നമ്മുടെ പാർലമെന്റിനെയും ജനാധിപത്യത്തെയും നാണം കെടുത്തുന്ന, പ്രധാനമന്ത്രിയെ വ്യക്തിഹത്യ വരെ ചെയ്യുന്ന ഈ ഒരു വലിയ രാഷ്ട്രീയ നാടകം, ഇതിനെ രാഷ്ട്രീയ നാടകം എന്ന് പറയാൻ കഴിയില്ല, ഒരു കുറ്റകൃത്യം ആയിട്ട് ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. രാജ്യത്തെ പ്രധാനമന്ത്രിയെ ശാരീരികമായി ആക്രമിക്കാനും വ്യക്തിഹത്യ നടത്താനുമുള്ള ഒരു ഗൂഢാലോചന അങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടത്. അവിടെ സ്പീക്കറിൻ്റെ സമയോചിതമായ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വലിയ നീക്കം, അതായത് ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വസ്ത്രാക്ഷേപം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് സഭ മുഴുവൻ സ്തംഭിപ്പിക്കുക, അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിലടക്കം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യുക, ഇതൊക്കെയായിരുന്നു കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അത് നടക്കാതെ പോയത് സ്പീക്കർ ഓം ബിർളയുടെ സമയോചിതമായ ഇടപെടൽ കാരണമാണ്. അതുകൊണ്ടുകൂടിയാണ്, അതിൻ്റെ ജാള്യത മറയ്ക്കാൻ കൂടിയാണ്. ഇപ്പോൾ എന്താണ് സംഭവിക്കേണ്ടിയിരുന്നത്, എന്തൊക്കെയാണ് ഇവർ ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഇത് വലിയൊരു നാണക്കേടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ നാണക്കേടും ജാള്യതയും മറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയവുമായി നീങ്ങുന്നത്. സ്പീക്കറുടെ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടാൽ തീർച്ചയായും ഒരിക്കൽ കൂടി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും നാണം കെടേണ്ടി വരും എന്ന് മാത്രം. പക്ഷേ തൽക്കാലം ഇതിൻ്റെ ജാള്യതയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് വേണം സ്പീക്കർക്കെതിരായിട്ടുള്ള ഈ നീക്കത്തെ കാണാൻ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.